ഹലോ, ഇന്നൊരു ചുമന്ന ചീരക്കറിയാണ്. കഴിഞ്ഞ ദിവസം മോളും അച്ഛനും കൂടെ മാർക്കറ്റിൽ പോയപ്പോൾ ഒരു ഉന്തുവണ്ടിയിൽ ഒരാൾ കുറേ ചീര വിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അവർ വാങ്ങി കുറേ വാങ്ങിയിട്ട് വന്നത് കണ്ടപ്പോൾ ആദ്യം ഓർത്ത് ഇത്ര എപ്പോൾ അരിഞ്ഞ് കഴിയുമെന്നൊക്കെ ഓർത്ത്. പക്ഷെ അവർ ഹെൽപ്പ് ചെയ്ത് കേട്ടോ. എന്നിട്ട് നമ്മൾ പാന് വെച്ചിട്ട് കടുകും ജീരകം ഇങ്ങനെ ചില കറിക്കൊക്കെ മൊരിഞ്ഞിട്ട് നല്ലതല്ലേ. അപ്പോൾ കുറച്ച് ജീരകവും ചേർത്ത് പിന്നെ മുളക് ഉള്ളിയൊക്കെ ചേർക്കുവാണ്. ഇങ്ങനെ ചീരല കൊണ്ടുവരുമ്പോൾ നമ്മൾ ആദ്യം ഒന്ന് വെറുതെ കഴുകിയെടുത്തിട്ട് അതിൽ കുറേ ഉപ്പും കുറേ മഞ്ഞളും ഇട്ട് ഭയങ്കര ശക്തിക്കല്ല എന്നാലും നല്ല തിരുമ്മി കുറച്ച് നേരം വയ്ക്കുവേ. അത് കഴിഞ്ഞ് ഈ കുറേ വെള്ളം ഒഴിച്ചിട്ട് ഈ മഞ്ഞളും ഉപ്പും വെള്ളത്തിൽ കുറേ സമയം ഇട്ടേക്കുവേ. ഇത് 2 മണിക്കൂറോളം ഇട്ടേച്ച് പിന്നെ 2-3 ആവർത്തി വെള്ളം മാറ്റി നല്ല ഒഴിച്ച് കഴുകി വെള്ളം തോർത്തിയിട്ടാണ് അരിഞ്ഞെടുക്കുന്നത്. അപ്പം അരിഞ്ഞ ഇല പകുതി എടുത്ത് ബാക്കി അടുത്ത ദിവസത്തേക്ക് വെക്കുകയാണ്. ആ പകുതി നമ്മൾ ചേർക്കുന്നത് അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർക്കുവാണ്. ഈ ഉപ്പ് ചേർക്കുമ്പോൾ ഒരു തരി ഏറിപ്പോയാൽ നമുക്ക് കറികൾക്ക് ഭയങ്കരമായിട്ട് ഉപ്പ് ചോദിക്കുവേ. പിന്നെ ഇത് നമ്മൾ നേരത്തെ ചേർത്ത ഉള്ളിയും ജീരകവും മുരിഞ്ഞ ഉള്ളിയും ജീരകവും ഇപ്പം ചേർത്ത ഉപ്പും മഞ്ഞളും ഒക്കെ കൂടി ഈ ഇലയിലൊക്കെ നല്ലോണം ഇളക്കി ചേർത്തിട്ട് നമ്മൾ മൂടി വെച്ച് വേഗം വയ്ക്കുവേ. ഇപ്പോൾ ഇളക്കി ചേർക്കുന്ന സമയത്ത് തന്നെ ഈ ചൂട് തട്ടുമ്പോഴേക്ക് അളവ് കുറയുന്ന കാണാം കണ്ടോ. പണ്ടൊക്കെ നമ്മൾ ചോറ് സ്കൂളിൽ കൊണ്ടുപോകുമ്പോൾ ബീട്രൂട്ട് പോലെ തന്നെ ചീരക്കറി ഉണ്ടെങ്കിലും ചോറ് നല്ല കളറൊക്കെ ആവും. ഇപ്പോൾ പക്ഷെ അത്ര അങ്ങനെ കളറൊന്നും ആയി കാണാറില്ല. കുറേ ചീരക്കറി ഉണ്ടെങ്കിൽ നമ്മൾ ചോറ് വേറെ കറിയൊന്നും ഇല്ലാതെ ഈ ചീരത്തോരൻ തന്നെ ഇട്ട് ഇളക്കി കഴിച്ചാലും ഭയങ്കര ടേസ്റ്റ് അല്ലേ. നമ്മൾ ഇത് അടച്ച് വേവിക്കുവാണേ, വേഗം വയ്ക്കുവാണേ, പെട്ടെന്ന് വേവേ. നമുക്ക് മൂടി തുറന്ന് കണ്ടോ, അപ്പോഴേക്കും വെന്തു ഇച്ചിരി ആയി. ഇനി അരപ്പ് ചേർക്കുവാണേ. അരപ്പ് ചേർക്കുമ്പോൾ തേങ്ങയുടെ കൂടെ എരിവ് ഇഷ്ടമുള്ളവർക്ക് പച്ചമുളകും ചുവന്ന മുളകും കുരുമുളകും ഒക്കെ ചേർത്തോ നല്ല ഇതാണ്. എരിവ് വേണ്ടെങ്കിൽ അതൊന്നും ചേർക്കണ്ട, ജീരകവും മഞ്ഞളും മാത്രം ചേർത്താൽ മതി. എന്നിട്ട് അരപ്പ് ചതച്ചെടുത്താൽ മതി, ഭയങ്കരമായിട്ട് അരയണ്ട. എന്നിട്ട് അരപ്പ് ഈ എന്താ ഇലയിലോ ചീര ഇലയിലോട്ട് ചേർത്തിട്ട് നമുക്ക് നല്ലോണം ഇളക്കി ചേർക്കണേ. എല്ലാ ഇലയിലും തട്ടുന്ന പോലെ പിന്നെ ഇളക്കി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അരപ്പിൻ്റെ ഫ്രഷ്നെസ് പോണതിന് മുമ്പ് ഒരു തീ ഓഫ് ചെയ്യണേ. അപ്പം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം.